അതിൻ്റെ ആ വീട് ഈ കാർപ്പമായിരുന്നു ഞങ്ങളൊന്ന് ഇതാണ് അവരുടെ വീട്. വീടിൻ്റെ അവസ്ഥ ഇതാണ്. അതെ 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 അതെ. ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുത്തില്ല പിന്നെ ആർക്കാണ് വീട് വെച്ച് കൊടുക്കണം? ഇതൊക്കെ അധികാരികൾ കാണണമെന്ന് ഞാൻ പറയുന്നത്. അറിയാം, ഇതൊക്കെ അധികാരികൾ കാണണം. ഈ വനത്തിൽ കൊണ്ട് ഒരു അവിടെ താമസിച്ചെന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുക. വേറെ ഒരു അവകാശം അവർക്കില്ല. കണ്ടോ, ഇതാണ് അവരുടെ വീടിൻ്റെ അവസ്ഥ. കുറ്റം പറയുന്നില്ല, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നായ കടിക്കൊന്നുമില്ലല്ലേ, നായ ഒന്നും ചെയ്യല്ലേ. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് അധികാരികൾ ഇവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട, ഒരു വീട് വെച്ച് കൊടുക്കും. ഒരു വീട് വെച്ച് കൊടുത്താൽ മതി. എന്നുവെച്ചാൽ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മളെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഇനി വരുമ്പോഴാണ് ചെയ്യുക. ഇപ്പം ഞങ്ങൾ എതിർച്ച ഇതിലാണ് വന്നതാണ്. ഇതുകൊണ്ട് ഇത് അതിൽപ്പെട്ടൊരു വീടാണ്. ഈ വീടിൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. കണ്ടോ ചെറിയ കുട്ടികൾ, ഒരമ്മ അവിടെ ഇരിപ്പുണ്ട്. കണ്ടോ, ഇവർക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കുക. അല്ലാതെ വെറുതെ ഭരണാധികാരി നേരെ തിരിഞ്ഞു നോക്കിയിട്ട് നടന്നിട്ട് കാര്യമില്ല. ഒക്കെ നോക്കി കണ്ട് അവർക്ക് വേണ്ടവരെ ചെയ്തു കൊടുക്കുക. ഇത് വെറുതെ വോട്ട് മാത്രം ചോദിച്ചാൽ പോരെ. ഉണ്ടല്ലോ അവസ്ഥ. ഇതിപ്പോൾ ഇങ്ങനെ മഴക്കാലത്ത് എന്ത് ചെയ്യും? പാമ്പിനെ പേടിച്ചിട്ടിരിക്കാൻ പറ്റുമോ? ചെറിയ കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഭയങ്കര വിഷമം പിടിച്ച കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണു തുറക്കണം. കാണുന്ന സുഹൃത്തുക്കൾ പറ്റുന്നവരൊക്കെ ചെയ്യുക. ഓക്കെ.